നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴികൾ എന്ന് പറയുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ, ഏറ്റവും നല്ല വഴികൾ, എളുപ്പ വഴികൾ എളുപ്പം എന്നുള്ളത് നിങ്ങൾ വെട്ടിക്കളഞ്ഞ ആദ്യമേ ഏറ്റവും നല്ല വഴികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ പ്രധാനപ്പെട്ടമായ 3 രീതിയിൽ നമുക്ക് നീറ്റിനെ സമീപിച്ചാൽ, നീറ്റോ കീമോ ജെയ്യോ പോലുള്ള എൻട്രൻസ് എക്സാമുകളെ സമീപിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. പക്ഷേ ഈ 3 രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമുക്ക് നീറ്റിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അങ്ങ് പറയാം. നീറ്റിന് നമുക്കറിയാം PCB ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജി എന്ന് പറയുമ്പം ബോട്ടണി, സുവോളജി അവിടെ വളരെ വ്യക്തമായ സാന്നിധ്യം അറിയിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ, അതായത് പകുതി സ്കോറോളം നമുക്കുള്ളത് ബോട്ടണി, സുവോളജി അല്ലെങ്കിൽ ബയോളജിയിലാണ്. NCERTയുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ഫുൾ കാര്യങ്ങൾ, നമുക്ക് ഇക്വേഷൻസ് ഒന്നും പ്രധാനമായിട്ടില്ല, തിയറി പാർട്ടാണ്. നല്ലതുപോലെ ഓരോ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നീറ്റിൻ്റെ ഒരു പടിവാതിക്കൽ നമ്മൾ എത്തി തുടങ്ങും. ഞാൻ പറഞ്ഞത് ബോട്ടണി, സുവോളജി നല്ല ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ. അത് നിങ്ങൾ ചോദിക്കും എത്ര മണിക്കൂർ പഠിക്കണം സാർ? ഇപ്പം റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ പഠിക്കാം. ക്രാഷ് കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാർച്ചിലെ പരീക്ഷ, +2ൻ്റെ മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 2 മാസം കിട്ടുന്ന സമയത്തിൽ ഈ പറഞ്ഞ പോലെ 8 മുതൽ 10 മണിക്കൂർ വരെ ശരിക്കും വർക്ക് ചെയ്താൽ കിട്ടാവുന്ന, ഉറപ്പായിട്ടും ഇന്ത്യയിലെ കുട്ടികൾ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് ആണ്. അതായത് ഇന്ത്യയിലെ കുട്ടികൾ എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ കാണും. അതിനകത്ത് ഉറപ്പായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാം. എന്തായാലും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഒന്ന്, ബോട്ടണി, സുവോളജി നന്നായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ച് റെഡിയാക്കണം. കണ്ടന്റ് ബേസ്ഡ് സൂപ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല മാർക്ക്, നല്ല സ്കോർ നമുക്ക് ഏതിനകത്തൂടെ മേടിക്കാം? ബയോളജി അല്ലെങ്കിൽ ബോട്ടണി, സുവോളജി. ഇനി ഫിസിക്സും കെമിസ്ട്രി എടുത്താൽ ഫിസിക്സിൻ്റെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് അത് ജെയ്ക്കാണെങ്കിലും നീറ്റിനാണെങ്കിലും പോകുന്നത് ഫിസിക്സിനാണ്. ഫിസിക്സിന് നിങ്ങളൊരു ബുക്ക് പ്രത്യേകം തയ്യാറാക്കിയുണ്ട്. നമ്മൾ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എല്ലാം ആദ്യം എഴുതി ഒരു ഫ്രെയിം ചെയ്യണം. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ സിലബസിൽ പഠിക്കുന്ന ഇക്വേഷൻസ് അല്ലാതെ ഒരുപാട് അല്ലാതുള്ള, അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വീണ്ടും ഡിറൈവ് ചെയ്ത് ഇക്വേഷൻസിൽ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കും. അതെല്ലാം നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഒരു 50% ക്വസ്റ്റ്യൻ, 100% ഞാൻ ഉറപ്പ് പറയുന്നില്ല, 50% ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിൻ്റെ പരീക്ഷ എഴുതുന്നവർക്കറിയാം, പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കറിയാം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഒരു ഇക്വേഷൻസ് എല്ലാം ഫ്രെയിം ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ്, ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യിപ്പിക്കും. അന്നേരം നമ്മളിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ആകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയി? 4000 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. നമുക്ക് എങ്ങനെയൊക്കെ വന്നാലും മാക്സിമം അതിൽ നിന്ന് എന്ത് ചെയ്യാം? നല്ലപോലെ ക്വസ്റ്റ്യൻസ്, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ടാമത്തെ മാർഗം. ഒന്ന് ബോട്ടണി, സുവോളജിയുടെ പറഞ്ഞു, 2 നമ്മൾ പ്രോബ്ലംസിൻ്റെ പറഞ്ഞു. മൂന്നാമത്തത് നിങ്ങൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യം. എഴുതി പഠിക്കുന്നതിനോടൊപ്പം മണിക്കൂർ ഡ്യൂറേഷൻ മിനിമം 8 മുതൽ 10 മണിക്കൂർ കൂടുതലായി പോയെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അന്നേരം എഴുതി പഠിക്കുക, അതിനോടൊപ്പം ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മുതൽ 10 മണിക്കൂർ ആക്കിയാൽ നീറ്റ് എന്ന് പറയുന്നതോ ഇനി ഇതിനോട് അനുബന്ധിച്ചുള്ള ജെയ് എന്ന് പറയുന്നോ, അതായത് ജെയ് അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ജെയ് മെയിൻ ആയിക്കോട്ടെ, ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്, മെഡിക്കൽ എൻട്രൻസ് ആയ നീറ്റ് ആയിക്കോട്ടെ, കീം ആയിക്കോട്ടെ, എല്ലാം നമുക്ക് കിട്ടും ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുത്താൽ. അന്നേരം ഇപ്പം കീമോ ജെയ്യോ ആണെങ്കിൽ മാത്സിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം. കാരണം മാത്സ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് മാത്സിന് ഫുൾ മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അന്നേരം ഈ രീതിയിൽ നിങ്ങളൊന്ന് മൈൻഡ് സെറ്റ് ചെയ്യുക. ഇത്രയും മണിക്കൂർ പഠിക്കാൻ തയ്യാറാണോ എന്ന് ഉറപ്പ് വരുത്തിയാൽ 100% നീറ്റിൽ ആർക്കും റാങ്കിൽ ക്വാളിഫൈ ചെയ്യാം. അതിന് പ്രത്യേക പരിഗണന ഞങ്ങൾ ഭയങ്കരം ആയിട്ട് കൊച്ചിലെ മുതൽ പഠിച്ചിട്ട് വരണമെന്നില്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഞങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ കീം അല്ലെങ്കിൽ ജെയ് എഴുതി ഞങ്ങൾ ടോപ്പ് ലെവലിൽ ഏത് ബ്രാഞ്ചിലോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അവിടെ നമ്മൾ ടോപ്പ് റാങ്കിൽ എത്തുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളവിടെ തീരുമാനിക്കണം എന്നുള്ളത് വളരെ കാര്യമാണ്. നമ്മുടെ പുത്തൻ ബാച്ചസും സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അടുത്ത ദിവസം മുതൽ 15-ാം തീയതി ബുധനാഴ്ച മുതൽ നീറ്റിൻ്റെ ബാച്ചസും കീമിൻ്റെ ബാച്ചസും പുത്തൻ JEE ബാച്ചസും എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലോങ് ടൈമിലേക്ക് മാത്രം 5000 രൂപയുള്ള ഫീസ്. ലോങ് ടൈമിലേക്ക് ക്രാഷ് കോഴ്സിനും വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഈ നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ 6235572305 അതിനകത്തോട്ട് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ. നീറ്റാണ് വേണ്ടെങ്കിൽ നീറ്റ് എന്ന്, JEE ആണ് വേണ്ടെങ്കിൽ JEE എന്നും, കീം എന്നാണെങ്കിൽ കീം എന്നും കൃത്യമായിട്ട് കൊടുക്കുക. NDA ഉണ്ട്, NDA ആണ് വേണമെങ്കിൽ NDA എന്നും കൊടുക്കുക. ഉറപ്പായിട്ടും തിരിച്ച് റിപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. നെവർ എവർ ഗീവ് അപ്പ്.